ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നുണ്ടല്ലോ ഒരു മീഷോ സാൻഡൽസ് കളക്ഷൻ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അതായത് 200 ബിലോ 200 ആയിട്ടൊക്കെയുള്ള കുറച്ച് സാൻഡൽസാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ 200-നുള്ള ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. മാറി മാറി ഡെയിലി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാൻഡൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. ഫസ്റ്റ് വൺ 196 രൂപയ്ക്ക് ഞാൻ മേടിച്ച അടിപൊളി ഒരു സാൻഡൽസ്. ഇതേ സെയിം ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ സ്കിന്നൊക്കെ പീലായി പോയിട്ട് ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതെന്തായാലും 196 രൂപയല്ലേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബ്ലാക്കൊക്കെ ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഒരു ഗ്രീനൊക്കെ കണ്ടിട്ടുണ്ട്, പിസ്ത ഗ്രീൻ കളറിലൊക്കെ ഉള്ളത്. എൻ്റെ സൈസ് 6 അതിലെനിക്ക് കറക്റ്റ് ഫിറ്റാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 168 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 176 കാണിക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. നല്ല ക്വാളിറ്റിയാണ്. ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും എല്ലാ കാലിൻ്റെ കളറിനും ചേർന്ന് പോകുന്നൊരു സാൻഡൽസാണ്. നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ സൈസ് 6 എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു. ചേച്ചിക്ക് പാകമാകുമെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ 216 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ് കാണിക്കുന്നത്. ഇതും പീച്ച് ഷെയ്ഡാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഷെയ്ഡ് നമുക്ക് മാച്ച് ആവുന്നുണ്ടോയെന്ന്. ചില കളേഴ്സ് നമ്മുടെ കാലിന് അല്ലെ സ്കിന്നിന് മാച്ച് ആവാതെ വരില്ലേ, അതുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നല്ല വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെയും 2-3 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ, മീഷോയിൽ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 162 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 152 കാണിക്കുന്നത്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് പീച്ച്, ഗ്രീന്, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പീച്ചാണ് ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്ക് വന്നത് ആഷാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എപ്പോഴും പീച്ച് തന്നെയല്ലേ ഞാൻ ഓർഡർ ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെ ക്വാളിറ്റി എനിക്കിഷ്ടപ്പെട്ടു. ഇതൊന്നും ഈ സ്റ്റീൽ ഗോൾഡ് പ്ലേറ്റ് ഒന്നുമല്ല. ഇതിങ്ങനെ വളയുന്ന പോലത്തെ ഒരു ടൈപ്പാണ്. ഈ മെറ്റീരിയൽ പോലത്തെ തന്നെ സെയിം മെറ്റീരിയലാണ് ഇവിടെ വച്ചേക്കുന്നത്. അല്ലാതെ ഈ ഗോൾഡ് പ്ലേറ്റ് ഒന്നും അല്ല വച്ചേക്കുന്നത്. അടിപൊളിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 177 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇപ്പം 172 മീഷോയിൽ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. ഇതും പീച്ച് ഷെയ്ഡിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് കിട്ടി. ഇതിലിങ്ങനെ ബിന്ദി ഡോട്ട് വന്നിട്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോകുന്നുണ്ട്. നല്ലതാണ്. എനിക്ക് ആകെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓർഡർ ചെയ്യാൻ നേരത്ത്. ഇവിടെ ഒരു ഹോൾഡ് ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതാണ് എനിക്കാകെ പ്രോബ്ലം ആയത്. എനിക്ക് ഇങ്ങനത്തെ ഇടാൻ പേഴ്സണലി എനിക്കിത്ര ധൈര്യമില്ല. ഇവിടെ ആ ഹോൾഡ് ഇല്ലെങ്കിൽ കാലിങ്ങനെ മുമ്പോട്ട് കയറി പോവില്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് ഇച്ചിരി ലൂസായി കഴിഞ്ഞാൽ അങ്ങനെ ആയി പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പേഴ്സണലി ഞാൻ അങ്ങനെയുള്ള മേടിക്കാറില്ലായിരുന്നു. അത് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അത് സാൻഡൽസിൻ്റെ പ്രോബ്ലം അല്ല, എൻ്റെ പ്രോബ്ലമാണ്. എന്തായാലും അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ 200-ന് താഴെ ഈ റേറ്റിൽ ഇതൊക്കെ കിട്ടുന്നത് നല്ല കാര്യമല്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതും കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. നല്ല സാൻഡൽസാണ്. ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ഞാനൊരു 2-3 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 300 അടുത്തായിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പം 380 ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് അതിൽ താഴെ ആവുകയാണെങ്കിൽ മേടിച്ചാൽ നല്ലതായിരിക്കും. നല്ല ക്വാളിറ്റിയാണ്. ഇവിടെയൊക്കെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ കാലിനൊക്കെ ഇച്ചിരി വേദന ഉള്ളവർക്കാണെങ്കിലും ട്രൈ ചെയ്യാം. ഒത്തിരി സോഫ്റ്റ് എന്നല്ല, ചെറുതായിട്ട് ഇങ്ങനെ താഴ്ന്നൊക്കെ ഉണ്ട്.
നല്ല വർക്കാണ് വന്നേക്കുന്നത്. കൊള്ളാം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, ഒന്ന് ട്രൈ ചെയ്യാൻ നല്ലതാണ്. നെക്സ്റ്റ് വൺ ഇതാണ്. ഇതിൻ്റെ വൈറ്റ് ബ്ലാക്ക് വേറെ ഏതോ ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചപ്പം. ഇത് കുറച്ച് നാളായി ഞാൻ മേടിച്ച് വെച്ചേക്കുന്നു. പക്ഷേ ഇതെനിക്കൊരു അബദ്ധം പറ്റിയാൽ മേടിച്ചതാണ്. ഞാൻ മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് റിട്ടേൺ അടിക്കാൻ പറ്റിയില്ല. ഇതെനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. കാരണം ഇതിന് ബാക്കിൽ ചെളിയൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് ഇട്ടതാണ്. ബാക്കിൽ ഗ്രിപ്പിനുള്ളതൊന്നും ഇല്ല. അതായത് ഗ്രിപ്പ് കിട്ടാൻ ഇച്ചിരി പാടാണ് ഇതിട്ട് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് റിട്ടേൺ അടിക്കാനും പറ്റാണ്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് വെറുതെ ഇരുന്ന് പോകുന്നതിൽ. മേടിച്ചപ്പോൾ ഇതിനൊരു 300 അടുത്ത്, 250 260 ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 300-ന് മുകളിലാണ് റേറ്റ് കാണിക്കുന്നത്. ഇതിന് കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വൈറ്റ്, ആഷ്, ബേജ്, പീച്ച്, അങ്ങനത്തെ കുറച്ച് കളർ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രിപ്പിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല, ഇനി എൻ്റെ മാത്രം പ്രശ്നമാണോന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് കുട്ടിയുള്ളതുകൊണ്ട് കുട്ടിയെ കൊണ്ട് പോകുമ്പോഴൊന്നും ഇതിടാൻ എനിക്കത്ര ധൈര്യമില്ല, ഗ്രിപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട്. ചെറിയ ഹീലും ഉണ്ട് അത്യാവശ്യം. ക്വാളിറ്റിയൊക്കെ അടിപൊളിയാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു ക്വാളിറ്റി. ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഈ ബ്ലാക്കാണ്. ഇത് 153 രൂപയുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ മേടിച്ചപ്പം 200-ന് അടുത്തെങ്ങാണ്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വൈറ്റ്, ഏതൊക്കെയോ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ചുമ്മാ ഒരു രസത്തിനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ പ്രോബ്ലം ഇതിനും സെയിം ആണ്. ഇവിടെയും ഹോൾഡില്ല, ഈ ടോ ഹോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ഇച്ചിരി പാടാണ്. ഇതിങ്ങനെ മുകളിലേക്ക് കാല് കയറിപ്പോവും കുറച്ച് ലൂസായി കഴിയുമ്പം. അങ്ങനെ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കട്ടോ. റേറ്റ് കുറവാണ്, ബട്ട് അങ്ങനത്തെ പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, ബായ്.